ലളിതഗാനത്തിൻ്റെ ശാഖയിൽ ONV സാറിൻ്റെ സംഭാവന അതുല്യമാണ്. ഒരു ലളിതഗാന ശേഖരത്തിൻ്റെ സമ്പുടത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന, എന്നാൽ അതിൽ ഭക്തിയുണ്ട്, അതിൽ പ്രണയമുണ്ട്, എന്നാൽ ഒരു നഴ്സറി റൈമിൻ്റെ ലാളിത്യമുണ്ട്. വിദ്യാധരൻ മാഷ് ഈണം കൊടുത്ത ഈ പാട്ട് ഏതാണ്ട് ഇങ്ങനെയാണ്. കാറ്റും കിളിയും പാടി, ലളിതമാണ്. കാറ്റും കിളിയും പാടി കാട്ടു ചെമ്പകം പൂചൂടി കഥന കുതൂഹലരാഗം കേട്ടൻ കല്ലോലിനിയൊഴുകി വനക്കല്ലോലിനിയൊഴുകി. കാറ്റും കിളിയും പാടുന്ന കഥന കുതൂഹല രാഗം കേട്ടിട്ട് കല്ലോലിനി ഒഴുകുന്നൊരു ചിത്രം, ഒരു പെയിൻറ്റിങ്ങാണത്. രവിവർമ്മ ചിത്രം പോലെ ചേതോഹരം, മനോഹരം, ഹൃദ്യം. കടമ്പു പൂവുകൾ പൂത്തു കാണാ കരിമ്പുവില്ലുകൾ പൂവം പെയ്തു. കടമ്പു പൂവുകൾ പൂത്തു കാണാ കരിമ്പുവില്ലുകൾ പൂവം പെയ്തു. കടവിൽ വെണ്ണക്കൽപ്പടവിൽ നിന്നെ കാത്തിരിക്കുന്നു ഞാൻ, കാത്തിരിക്കുന്നു ഞാൻ. പറയാനുള്ള കാര്യം, പറയാനുള്ള വികാരം, പറയാനുള്ള ഭാവം ഇത്രയും വളപ്പൊട്ടുപോലെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മയിൽപ്പീലി തൊണ്ട് പോലെ, അല്ലെങ്കിൽ ഒരു പനിനീർ പൂവിൻ്റെ ഒരിതള് പോലെ പറഞ്ഞുറപ്പിക്കാനും അത് പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക്, ശ്രോതാവിൻ്റെ മനസ്സിലേക്ക്, ആസ്വാദകൻ്റെ കരളിലേക്ക് അസ്ത്രം പോലെ എയ്തുവിടാനും ഉള്ള അസാമാന്യ പാഠവുമാണ് ONV സാറിനെ മറ്റുള്ള എഴുത്തുകാരിൽ നിന്നും മറ്റുള്ള കവികളിൽ നിന്നും വിഭിന്നനാക്കുന്നത്. ബൃഹത്തായൊരു കാര്യം, വളരെ തത്വചിന്താപരമായ കാര്യം, വളരെ വേദാന്തമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഒരു മിനാമിനുങ്ങ് പോലെ. മിനാമിനുങ്ങിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങു വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങു വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു എന്ന്. കിളിവാതിലിൻ്റെ പഴുതിലൂടെ ഇരുട്ടിൻ്റെ മുറിയിലേക്ക് തനിച്ചായിപ്പോയ വൃദ്ധ ദമ്പതികളുടെ, മാഷിൻ്റെയും ടീച്ചറുടെയും ഇരുട്ടിൻ്റെ ഇടനാഴിയിലേക്ക് ഒരു ജാലകപ്പഴുതിലൂടെ, കിളിവാതിലിൻ്റെ പഴുതിലൂടെ ഒരു മിനാമിനിങ്ങനെ കൊണ്ടുവന്ന് ദീപം കത്തിച്ചു കൊടുത്ത ആ കവിമനസ്സ് നമുക്ക് അതിനോട് ഉപമിക്കാൻ മറ്റൊന്നില്ല. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിർ കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ
കുളിര് കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഒരു കുടന്ന നിലാവിനെ കോരിയെടുത്തിട്ട് കാമുകിയുടെ നെറുകയിലേക്ക് കുടഞ്ഞ കാമുകൻ. ഈ സങ്കല്പം മലയാളിക്ക് ആദ്യമാണ്, മലയാണ്മയ്ക്ക് ആദ്യമാണ്. ഇതിനൊരു ഉദാഹരണം അല്ലെ, ഇതെങ്ങനെ ഇതിനു മുമ്പ് ഇത്തരം ഒരു കൽപ്പന മറ്റൊരു കവി ഉപയോഗിച്ചിട്ടില്ല. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ഇടയൻ്റെ സംസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം. യവനപുരാണം മുതൽ ഇടയനെക്കുറിച്ച് നമുക്കറിയാം. ഇടയൻ്റെ കയ്യിലെ മുളന്തണ്ടുണ്ടായിരുന്നു, ഭഗവാനുണ്ടായിരുന്നു. കൃഷ്ണന് അമ്പാടിയിലും മധുരയിലും മേയ്ക്കാൻ, വൃന്ദാവനത്തിൻ്റെ പരിസരത്ത് മേയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുളന്തണ്ടുണ്ടായിരുന്നു. അതിൽ യമുന പോലെ സംഗീതമുണ്ടായിരുന്നു. വൃന്ദാവന സാരംഗിയുണ്ടായിരുന്നു, വൃന്ദാവൻ സാരംഗി. അതുപോലെ യവന നാടകങ്ങളിൽ നമുക്ക് ഇടയനെ കാണാം. നമുക്ക് കാണാം ചങ്ങമ്പുഴയുടെ രമണൻ ഇടയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുളന്തണ്ടിൽ നിന്നാണ് പ്രണയമുണ്ടാകുന്നത്, പ്രണയം പരാജയപ്പെടുന്നത്, പ്രണയം മരണമാകുന്നത്. എടപ്പള്ളി രാഘവൻ പിള്ളയുടെ ചിത്രം രമണൻ്റെ ഹൃദയത്തിലൂടെ വന്നപ്പോൾ, ചങ്ങമ്പുഴയുടെ തൂലികയിൽ അതുരുത്തിരിഞ്ഞപ്പോൾ നമുക്ക് ഇടയനും മുളന്തണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ യവന പുരാണങ്ങൾക്കും കൃഷ്ണഗാഥയ്ക്കും മഹാഭാഗവതത്തിനും ചങ്ങമ്പുഴയ്ക്കും ശേഷം ONV സാറിൻ്റെ വെള്ള കടലാസിൽ അദ്ദേഹത്തിൻ്റെ മഷിപറ്റാത്ത പേന വരച്ചു തന്ന ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകുട്ടിയുടെ മനസ്സിലേക്കാണ് അത് ഒഴുകി വന്നത്, ഗോപികയുടെ മനസ്സിലേക്കാണ് അത് ഒഴുകി വന്നത്. അത് വൃന്ദാവനത്തിലെ പെൺകുട്ടിയുടെ കാതിലേക്ക് ഒഴുകി ഹൃദയത്തിലേക്ക് ചുരന്ന മുലപ്പാലാണ് ആ മുളന്തണ്ടിലെ പാട്ട്. അങ്ങനെ ONV സാർ പാട്ടിൻ്റെ പൂവരങ്ങിലേക്ക് നമ്മളെ മനസ്സിനെ ഒരു തുമ്പിയെ പിടിച്ചെടുത്ത് തുമ്പപ്പൂ ഇതൾ തുമ്പിൽ വയ്ക്കും പോലെ കൊണ്ടു നടക്കുകയാണ്. ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു രചനാ തന്ത്രമാണ്, രചന വൈശിഷ്ട്യമാണ്, രചന മന്ത്രവാദമാണ്. ഒരു നറുപുഷ്പമായി നിൻ നേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാവാം എന്ന് നമ്മളെ കൊണ്ട് സന്ദേഹിപ്പിച്ച പാട്ടിൻ്റെ മധുരം, പാട്ടിൻ്റെ ലാവണ്യം പറഞ്ഞാൽ തീരാത്ത സ്നേഹമാണ്. അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു പഠനത്തിൻ്റെ കാലത്ത്, അതായത് ഒരു 70കളുടെ അവസാനത്തിലൊക്കെ പ്രണയത്തിൻ്റെ ചിറകിൽ നമ്മളെ കൊണ്ട് പറന്ന ഒരുപാട് പാട്ടുകൾ ONV സാറിൻ്റേതുണ്ട്. ഇന്നത്തെ പ്രണയം അല്ല. ഇന്ന് നമ്മളൊക്കെ എഴുതാൻ, നമ്മുടെ മനസ്സിലും പ്രണയത്തിൻ്റെ മിനുങ്ങുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് എഴുതാൻ പരിമിതികളുണ്ട്. കാരണം ഷൊർണൂർ ഒറ്റപ്പാലത്ത് വെച്ചെടുക്കുന്ന സിനിമയുടെ പാട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ പോയി പാട്ടെടുക്കാം എന്ന് പറയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പം മനുഷ്യൻ്റെ കുറച്ചുകൂടി വളരെ ഹൈടെക് പ്രണയമാണിപ്പോൾ. പക്ഷേ 70കളുടെ അവസാനമൊക്കെ വളരെ പ്രണയം എന്നാലൊരു തൊട്ടാവാടി കൂമ്പും പോലുള്ള മനസ്സും, അല്ലെങ്കിൽ ഒരു ആമ്പൽ വിരിയുമ്പോഴുള്ള മനസ്സും തമ്മിൽ അടുക്കുമ്പോഴായിരുന്നു പ്രണയം ഉണ്ടാവാറുള്ളത്. ചില്ലിലെ പാട്ടുകളൊക്കെ എത്ര മനോഹരമാണ്. ഓരോ പാട്ടിൻ്റെയും ഇടനാഴികളിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ, ONV സാറിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, മിനാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടങ്ങൾ ഓരോ ജാലകത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പറന്നു വന്നിരിക്കും. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഇത്രയും നൊസ്റ്റാൾജിക്കായ, ഇത്രയും ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന പാട്ട് ഞാൻ മറ്റേറെ കേട്ടിട്ടില്ല. മാറിൽ ചാർത്തിയ മരതക കഞ്ചുക മഴിഞ്ഞു വീഴുന്നു, മാരകരാങ്കുലി കളഭം പൂശി പൂടലൊഴിയുന്നു, നഖക്ഷതങ്ങൾ സുഖകരമാമൊരു വേദന പകരുന്നു, സഖീ നഖക്ഷതങ്ങൾ സുഖകരമായ വേദന ഉണ്ടാക്കുകയാണ്. രാഗവൃദ്ധവും സംഘർഷാത്മകം നഖവിലേഖനം എന്നാണ് ശാസ്ത്രം. അനുരാഗം മൂർധന്യതയിലെത്തുമ്പോൾ, അനുരാഗം അതിൻ്റെ സീമ ലംഘിക്കുമ്പോൾ, സംഘർഷാത്മകം, രാഗം സംഘർഷത്തിലേക്ക് വൃദ്ധി പ്രാപിക്കുമ്പോൾ, രാഗവൃദ്ധവും സംഘർഷാത്മകം നഖവിലേഖനം, നഖം കൊണ്ട് ചിത്രം വരയ്ക്കപ്പെടുന്നു, നഖം കൊണ്ട് കോറപ്പെടുന്നു, നഖം കൊണ്ട് മുറിക്കപ്പെടുന്നു, നഖം കൊണ്ട് നനയ്ക്കപ്പെടുന്നു, നഖം കൊണ്ട് ഉമ്മ വയ്ക്കപ്പെടുന്നു എന്ന ശാസ്ത്രം അതാണ്. ശാസ്ത്രത്തിൻ്റെ മതം, ശാസ്ത്രത്തിൻ്റെ ശാഠ്യമാണ്. നഖക്ഷതങ്ങൾ സുഖകരമാമൊരു വേദന പകരുന്നു. സഖി, നീ അടിമുടി ഒരു കാറ്റായി ജ്വലിക്കുന്നു, നീ കടലായി തിളയ്ക്കുന്നു, നീ നിലാവായി ഉദിക്കുന്നു, നീ മേഘമായി പെയ്യുന്നു. കൽപ്പനകളുടെ ഒരു പെരുമഴച്ചാർത്താണ് ONV സാറിൻ്റെ കവിതകൾ. എന്നാൽ വളരെ മുക്കുറ്റിപ്പൂ വിരിഞ്ഞ പോലെയുള്ള സങ്കല്പങ്ങളുടെ പാട്ടുകളും അദ്ദേഹം അനായാസേന എഴുതിയിട്ടുണ്ട്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുരേ മുണ്ടും ചുറ്റി. ഇന്നെൻ്റെ മുറ്റത്ത് വിരിഞ്ഞ പൊന്നോണപ്പൂവിനെ കുറിച്ചിട്ട് അദ്ദേഹം, ആ പൊന്നോണപ്പൂവിൻ്റെ ചിരിയെക്കുറിച്ച് അദ്ദേഹം ഒരു കുഞ്ഞു മനസ്സിൻ്റെ ആഴത്തിൽ നിന്നും ഒരു ചിത്രം വരച്ചിടുന്നത് നമുക്ക് നമ്മുടെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക്, തലമുറകൾക്ക്, പരമ്പരകൾക്ക് മനസ്സിൽ സൂക്ഷിക്കാനുള്ള, മനസ്സിൻ്റെ ചില്ലിൻ്റെ കൂട്ടിൽ അടച്ചു വയ്ക്കാനുള്ള പൂമ്പാറ്റ കുഞ്ഞുങ്ങളാണ്. അതിന് ഒരാഴ്ചത്തെ പ്യൂപ്പയിൽ നിന്നും അത് ശലഭമായി പറക്കുന്ന കാലദൈർഘ്യം ഒരാഴ്ചയല്ല, അത് ജന്മപരമ്പരകളിലൂടെ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മുഖത്തും നമ്മുടെ കണ്ണിലും നമ്മുടെ കവിതയിലും നമ്മുടെ കൽപ്പനയിലും ചിറകടിച്ച് പറക്കാനുള്ള ഒരു ശലഭക്കൂട്ടമാണ്. ഇന്ദ്രനീലിമയോലുന്ന നിൻ്റെ മിഴികളിലേക്ക് ഇന്നലെ ഞാൻ ആരാധനയോടെ കൗതുകത്തോടെ നോക്കി നിന്നിരുന്നു എന്ന് കൽപ്പിച്ച കവി, എന്ന് ധ്യാനിച്ച കവി, ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. ഇന്ദുപുഷ്പം ചൂടിയ രാത്രി, ചന്ദനത്തിൻ്റെ പൂമ്പുടവ ചാർത്തിയ രാത്രിയിലൂടെ സഞ്ചരിച്ച് ഒരു ഉൾക്കടലിലേക്ക് ഒഴുകിപ്പോകുന്ന കാഴ്ച നമ്മൾ 70കളുടെ അവസാനം കണ്ടിട്ടുണ്ട്. ആ ഒഴുകിപ്പോകുന്ന സങ്കല്പം
അതിൻ്റെ തീരത്ത് പല്ലനയാറ്റിലെ പരിസരത്തെ ആശാൻ്റെ സ്മരണ കുടീരം പോലെ അദ്ദേഹം ഒരു കുടീരം, പ്രണയത്തിൻ്റെ കുടീരം വരച്ചു വച്ചിട്ടുണ്ട്. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. സപ്തവർണ്ണ ചിറകു കരിഞ്ഞൊരു സ്വപ്നശലഭം ഞാൻ. ഈ കുടീരത്തിൻ്റെ പരിസരത്ത് ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ. ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ. പാടുന്ന കുയിലിനെ കുറിച്ചിട്ട്, അതിൻ്റെ വേദനയെക്കുറിച്ചിട്ട്, ആ വേദനയുടെ തേൻകനി ഒരു വിരഹത്തിൻ്റെ നിമിഷത്തിൽ പിരിഞ്ഞുപോയ കാമുകിയെ ഓർത്ത് പാടുന്ന കഥാപാത്രത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തളികയിൽ മുന്തിരിപ്പഴമെന്ന പോലെ, ഒരു നെഞ്ചിൽ ഒരു ആപ്പിൾ പൂവെന്ന പോലെ ONV സാർ തലോടലോടെ, താരള്യത്തോടെ, കാരുണ്യത്തോടെ എടുത്തു വെച്ചു കൊടുത്തിട്ടുണ്ട്. നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ എന്ന് കാമുകിയെക്കുറിച്ച് പറയിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയൊരു വസന്തകാലത്തിൻ്റെ ചൂടുള്ള നെടുവീർപ്പാണ് പ്രണയം എന്ന് കൽപ്പന കണ്ട കവി, സ്വപ്നം കണ്ട കവി, നമ്മളെ പഠിപ്പിച്ച കവി, കവിതയുടെ ദേവകലയുടെ ഊളി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലെ ശില ഒരു തൂലികത്തുമ്പ് കൊണ്ട് ശില്പമായി മാറുന്ന കാഴ്ച അത്ഭുതം തന്നെയാണ്. പലരും തെറ്റിപ്പാടാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്. ശരബിന്ദു മലർദീപ നാളം നീട്ടി എന്ന്. ശരദിന്ദുവാണ്, ശരത്കാലത്തെ ചന്ദ്രനാണ്. ശരത് കൂട്ടണം ഇന്ദു സമം ശരത് ഇന്ദു, ശരദ് ഇന്ദു, ശരത്കാലത്തെ ചന്ദ്രനെ. അതിൻ്റെ ആ ദളം നാളം നീട്ടുകയാണ്. സുരഭില യാമങ്ങൾ ശ്രുതി മീട്ടുകയാണ്. യാമം ശ്രുതി മീട്ടുകയാണ്. ഈ കൽപ്പന മേഘ ചിറകിൽ നിന്ന് അല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പൊഴിഞ്ഞിട്ടുണ്ടാവില്ല. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഇതുവരെ കാണാത്ത കടവിലേക്ക്, ഇനിയൊരു ജന്മത്തിൻ്റെ കടവിലേക്ക് ഒരു ആലില തോണിയിൽ തുഴഞ്ഞു പോകുന്ന യുവ പ്രണയികൾ, അവരുടെ പ്രണയം ഒരു യമുന പോലെ അനന്തമായ കാലസ്ഥലികളിലേക്ക് ഒഴുകുന്ന കാഴ്ച എത്ര ഹൃദ്യമായിട്ടാണ് അദ്ദേഹം വരച്ചിട്ടിരിക്കുന്നത്.